ഇത് ഈ മഴക്കാലം എന്ന് പറയുന്നത് എല്ലാ കാലത്തും വലിയ ദുരിതങ്ങളുടെ ഒരു കാലം കൂടിയാണല്ലോ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഇന്നലെ ശക്തമായ മഴയാണ് രാത്രി പെയ്തത്. അപ്പോൾ അവിടെ പല വീടുകൾക്കും കേടുപാടുണ്ടായി. രണ്ടോ മൂന്നോ വീടുകൾ ഭാഗികമായി തകരുന്ന സാഹചര്യമുണ്ടായി. അത്തരത്തിൽ പല രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഈ മഴ നൽകാറുണ്ട്. പലപ്പോഴും വ്യാപകമായ കൃഷിനാശം, ഇപ്പോൾ കോടിക്കണക്കിന് രൂപയുടെ കൃഷിനാശമൊക്കെ എല്ലാ മഴക്കാലത്തും റിപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അത് ഈ ഒരു ദിവസമൊക്കെ ചിലപ്പോൾ ഒരു മഴ പെയ്താൽ മതി വെള്ളക്കെട്ടുണ്ടാകാൻ എന്ന് അതെ, പറയും. അതെ. പല സ്ഥലങ്ങളിലും അങ്ങനെ ഒരു സാഹചര്യവും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ മഴ പല രീതിയിൽ ദുരിതം സമ്മാനിക്കുമ്പോൾ തിരുവനന്തപുരത്തെ സംബന്ധിച്ച് അവിടെ ഈ പണി തീരാത്ത ഒരു റോഡാണ് അവിടെ ജനങ്ങൾക്ക് വലിയ ദുരിതമായി മാറിയിരിക്കുന്നത്. അതെന്താണ് എന്ന് നമുക്ക് നോക്കാം. തിരുവനന്തപുരത്തെ പണി തീരാത്ത സ്മാർട്ട് റോഡ് കൊണ്ട് ദുരിതത്തിലായിരിക്കുകയാണ് ജനങ്ങൾ. വെള്ളക്കെട്ടിനൊപ്പം റോഡിലെ കുഴികളും വെള്ളം നിറഞ്ഞതോടെ റോഡും കുഴിയും തിരിച്ചറിയാനാകാത്ത അവസ്ഥയിലെത്തി. അതിനിടെ മഴ കനത്തതോടെ റോഡ് പണി പലയിടത്തും താൽക്കാലികമായി നിർത്തി. ആദ്യം മാർച്ച്, പിന്നെ ഏപ്രിൽ, പിന്നെയും നീണ്ടു സ്മാർട്ട് റോഡിന്റെ പണി പൂർത്തിയാക്കാനുള്ള അവസാന സമയപരിധി. കൊടും ചൂടുകടന്ന് പേമാരിയിലേക്ക് കടന്നു. ഇപ്പോഴും കുഴിമൂടി റോഡായില്ല, പകരം വെള്ളം കയറി തോടായ അവസ്ഥ. തലസ്ഥാന നഗരത്തിലെ പല ഭാഗങ്ങളിലും ഇതാണ് സ്ഥിതി. നടക്കാൻ ബുദ്ധിമുട്ട്, ഒപ്പം കുഴിക്കായി സ്ഥലമെടുത്തതോടെ റോഡിനരികിലെ പല ഹോട്ടലുകളിലും വെള്ളം കയറുന്നുവെന്നും പരാതി. നടന്നു പോകാനൊക്കെ ബുദ്ധിമുട്ടില്ലായിരുന്നു. ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്. അങ്ങോട്ട് വെളിയിൽ ഇറങ്ങണമെങ്കിൽ ബുദ്ധിമുട്ട്. ഒന്ന് മായ്ക്കാൻ പോകാൻ പറ്റൂല. ആർക്കും അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനും പറ്റില്ല, ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാനും പറ്റൂല. ഒരു കച്ചവടമായാലും ആൾക്കാർ വരുന്ന സാധനം വാങ്ങിക്കില്ല. പലയിടങ്ങളിലും മഴയായതിനാൽ പണി നിർത്തി. ഇനി ഇതെന്ന് തീരുമെന്നുറപ്പില്ല. കാലവർഷമെത്തി മഴ കനത്താൽ പണി തീരാതെ നീണ്ടുപോകുമോ എന്നും ആശങ്ക. 1 മണിക്കൂർ നിർത്താതെ മഴ പെയ്താൽ തിരുവനന്തപുരത്തെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ടിലാകും. അതിനിടയിലാണ് സ്മാർട്ട് റോഡിനായി കുഴിച്ച ഇത്തരത്തിലുള്ള കുഴികളിൽ വെള്ളം നിറഞ്ഞ് അതിലേറെ ദുരിതം സൃഷ്ടിക്കുന്നത്. അധികൃതർ ഇത് കാണുന്നതേയില്ല. വീഡിയോ ജേർണലിസ്റ്റ് വിനയൻ രാജിനൊപ്പം റിപ്പോർട്ടർ സുനിഷ അയ്യല്ലൂർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.